ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റിലാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഇൻഡെക്സുകളും ബെറ്റർ ആയിട്ടാണ് അമേരിക്കയിൽ ഇന്നലെ ക്ലോസ് ചെയ്തത്. റസൽ 2000 ഇൻഡെക്സ് പുതിയ 4 ഇയർ ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. US ഫെഡ് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ 0.25% നിരക്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചതിന് ശേഷം US ഫെഡിൻ്റെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ഫർദർ ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കില്ല എന്ന തരത്തിലുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ അമേരിക്കയിലില്ല. അതേസമയം ഒറാക്കിളിൻ്റെ Q3 റിസൾട്ട് ഇന്നലെ അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. ഒറാക്കിളിൻ്റെ Q3 റിസൾട്ട് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ബബിളാണോ എന്ന തരത്തിലുള്ള ഒരു സംശയം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഈ സംശയം ബലപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു റിസൾട്ടാണ് ഒറാക്കിളിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഒറാക്കിളാണ് ഏറ്റവും കൂടുതൽ AI ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു കമ്പനി. ഒറാക്കിൾ സ്റ്റോക്ക് അറൗണ്ട് 10% താഴെയാണ് ആഫ്റ്റർ അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നാണ് ബ്രോഡ്കോമിൻ്റെ റിസൾട്ട് വരുന്നത്. Q3 റിസൾട്ട്. ബ്രോഡ്കോം ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $1.95 ട്രില്യൺ ആണ് ഒറാക്കിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇന്നലെ ആപ്പിള്, ആൽഫബറ്റ്, അതുപോലെ തന്നെ ടെസ്ല സ്റ്റോക്കുകൾ മുന്നേറിയിരുന്നു. പക്ഷേ ആഫ്റ്റർ അവേഴ്സിലെ എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും ഒറാക്കിളിൻ്റെ റിസൾട്ടിന് ശേഷം താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് ചിപ്പ് മേക്കിംഗ് കമ്പനികൾ ഇന്നും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റാണ് കാഴ്ചവെച്ചിരുന്നത്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് താഴെയായിരുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ട്രേഡ് ഡീൽ അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ സൈൻ ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ 0.25% നിരക്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് US ഫെഡ് കുറച്ചത് പൊതുവെ എമർജിംഗ് മാർക്കറ്റുകൾക്ക്, അതുപോലെ തന്നെ ഗോൾഡ്, സിൽവർ, ഈ കമ്മോഡിറ്റികൾക്കും ബെറ്റർ ആയിട്ടൊരു ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും അതുപോലെ തന്നെ ഒരു ബ്രോഡ് ബേസ്ഡ് അപ്പ് മൂവും ഒരു പക്ഷേ ഉണ്ടാവാം. വേദാന്ത ലിമിറ്റഡ് 1 ലക്ഷം കൂടി സ്പെൻഡ് ചെയ്യാൻ പോവാണ്. രാജസ്ഥാനിലെ കപ്പാസിറ്റി ഡബിൾ ചെയ്യാൻ വേണ്ടിയാണ്. സിങ്ക്, സിൽവർ, ലെഡ് ഇത്തരത്തിലുള്ള മെറ്റൽസിലൊക്കെ പോസിറ്റീവ് ന്യൂസാണ് വേദാന്തനെ സംബന്ധിച്ച്. കൽപ്പത്തരു പവർ പ്രൊജക്ട്സ് 2003 കോടി രൂപ വരെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ഓർഡേഴ്സ് ആണ്. അതോടൊപ്പം JP അസോസിയേറ്റ്സ് അഡാനി ഗ്രൂപ്പ് സബ്മിറ്റ് ചെയ്തിരുന്ന ബിഡ് NCLT അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. JP അസോസിയേറ്റ്സ് അഡാനിയുടെ അണ്ടറിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ ആമസോൺ ഇന്ത്യയിൽ $35 ബില്യൺ ആണ് AI സെക്ടറിൽ, AI രംഗത്ത് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഓവറോൾ ഇത് ടെക്നോളജി സെക്ടറിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ പോസിറ്റീവാണ്. അശോക ബിൽഡ് കൊണ്ട് ജോയിൻറ്റ് വെഞ്ചർ 1816 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ടാറ്റ സ്റ്റീലാണ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള മറ്റൊരു കമ്പനി. KEA ഇൻഡസ്ട്രീസ് അവരുടെ കമേഴ്സ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് എക്സ്പാൻഷനാണ്. ലോ ടെൻഷൻ, ഹൈ ടെൻഷൻ കേബിൾ ഉണ്ടാക്കുന്ന എക്സ്പാൻഷനാണ്. അഹമ്മദാബാദിലാണ്. പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ടെലികോം കമ്പനികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ 55% വരെ ബാക്ക് ഹോൾ സ്പെക്ട്രം ചാർജസ് കട്ട് ചെയ്യാനുള്ള പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഈ എയർ വേവ്സ്, ഈ സ്പെക്ട്രം ക്യാരി ചെയ്യുന്നത് വോയിസും ഡാറ്റയാണ്. മൊബൈൽ ടവറുകൾക്കും അതുപോലെ തന്നെ കണക്റ്റിംഗ് നെറ്റ്വർക്കിനും ഇടയിലുള്ള സ്പെക്ട്രം ചാർജസ് ആണ് കട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും ടെലികോം കമ്പനികളുടെ. തീർച്ചയായിട്ടും ഇത് റിലയൻസ്, അതുപോലെ തന്നെ ഭാരതി എയർടെൽ, വോഡാഫോൺ ഐഡിയ ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കൊറോണ റെമഡീസ് 144.54 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. നല്ല ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്തേക്കാം. വേക്ക് ഫിറ്റ് ഇന്നോവേഷൻസ് 2.52 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. മൈനർ ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്തേക്കാം. അതോടൊപ്പം ഇന്നലെ ആരംഭിച്ചിട്ടുള്ള നെഫ്രോ കെയർ ഹെൽത്ത് 0.59 ടൈംസ് ആദ്യത്തെ ദിവസം ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. പാർക്ക് മെഡി വേൾഡ് 0.58 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. KV ടോയ്സ്
SME IPO ആയിരുന്നു BSE SME. നമ്മൾ റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിരുന്ന ഒരു IPO ആണ്. 352.63 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതൊക്കെയാണ് IPO റിലേറ്റഡ് ന്യൂസുകൾ. ഇനി നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ വീണ്ടും അവർ സെല്ലേഴ്സ് തന്നെയാണ്. 1651.06 crore വർത്ത് സ്റ്റോക്കുകൾ ഇന്നലെ വിറ്റിട്ടുണ്ട്. നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 3752.31 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി ഇന്നലെ $, അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. 89.88 രൂപ പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഇന്നലെയും താരം ഇന്നും താരം സിൽവർ തന്നെയാണ്. സിൽവർ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. $62.52 പെർ ഔൺസ് ആണ് സിൽവർ ഹിറ്റ് ചെയ്തിട്ടുള്ള പുതിയ റെക്കോർഡ് ഹൈ. $62.93 പെർ ഔൺസ് ആണ് ഇന്ന് മോർണിംഗിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള സിൽവറിൻ്റെ പുതിയ റെക്കോർഡ് ഹൈ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $62.52 പെർ ഔൺസിനാണ്. ഗോൾഡ് മുന്നേറിയിരിക്കുകയാണ്. US ഫെഡിൻ്റെ ഡിസിഷന് ശേഷം $4,234 പെർ ഔൺസ് ആണ് ഗോൾഡും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കമോഡിറ്റികൾ മുന്നേറാണ്. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. വെൽസ് ഫാർഗോ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബാങ്ക്സ് ആണ് US-ത്തെ. അവർ പറഞ്ഞിരിക്കുന്നത് $4,700 പെർ ഔൺസ് അടുത്ത മാസങ്ങളിൽ ഗോൾഡ് ക്രോസ് ചെയ്യുമെന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് വീണ്ടും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ടാർഗറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം സിൽവറിനെ സംബന്ധിച്ച് ഡിസംബർ മാസത്തിൽ CME ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ഡെലിവറി പുഷ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വീണ്ടും ഒരുപക്ഷെ സിൽവർ പ്രൈസ് വലിയ രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കാളും വലിയ രീതിയിലാണ് സിൽവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ്, അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് നവംബറിൽ എടുത്തിട്ടുള്ള ഡിസിഷൻ, RBI എടുത്തിട്ടുള്ള ഡിസിഷൻ April 1, 2026 മുതൽ സിൽവർ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ബാങ്കുകളിൽ നിന്നും NBFCകളിൽ നിന്നും ലോൺ എടുക്കാമെന്ന തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. സിൽവറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ US ട്രേഡ് റിലേറ്റഡ് ന്യൂസിനനുസരിച്ചായിരിക്കും നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം കോട്ടക് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പറയുന്നത് 2026 ഡിസംബറോടുകൂടി നിഫ്റ്റി ഒരു ബുള്ളിഷ് കേസ് സിനാരിയോയിൽ 32,000 ക്രോസ് ചെയ്യുമെന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇതുവരെ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ടാർഗറ്റാണ് കോട്ടക് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. എന്നിരുന്നാലും ഗ്ലോബൽ വൊളാറ്റിലിറ്റി ഇന്ത്യൻ മാർക്കറ്റിനെയൊക്കെ ചെറിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസയുണ്ട്. ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.